നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപനിഷത്തുകളുടെ യഥാർത്ഥത്തിലുള്ള ആ അറിവ് സ്വായത്തമാക്കണമെങ്കിൽ ഒരു സാധന തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ചാന്തോക്യ ഉപനിഷത്ത് പരാമർശിക്കുന്നത് മുഴുവൻ ശബ്ദത്തെക്കുറിച്ചിട്ടും സാമനെക്കുറിച്ചുമാണ്. അപ്പം അത് സഹജമാർഗത്തിൽ പ്രാണാഹുതിയിലൂടെ, മാസ്റ്റർ തരുന്ന പ്രാണാഹുതിയിലൂടെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഉപനിഷത്ത് വായിക്കണം. എങ്കിൽ മാത്രമേ അത് ശരിക്കും ഉപനിഷത്താവൂ. എല്ലാവരും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചാന്തോക്യ ഉപനിഷത്ത് തുടരുകയാണ്. അഞ്ചാമത്തെ ഖണ്ഡം, മൂന്നാമത്തെ ചാപ്റ്ററിലെ അഞ്ചാമത്തെ ഖണ്ഡം, ഒന്നാമത്തെ ശ്ലോകം. അഥ യേ സ്യോർധ്വാ രശ്മയസ്ത ഏവ സ്യോർധ്വാ മധുന്നാംഗ്യോ ഗുഹ്യ ഏവാദേശ മധുകൃതോ ബ്രഹ്മൈവ പുഷ്പം താ അമൃത ആപ. മുകളിലേക്കുള്ള രശ്മികൾ അതിൻ്റെ മുകളിലുള്ള തേൻ കോശങ്ങളാണ്. തേനീച്ചകൾ അതിൻ്റെ ഗൂഢമായ ശിക്ഷണങ്ങൾ ആണ്, അതായത് ഉപനിഷത്തുകൾ. ആ പുഷ്പം ബ്രഹ്മമാണ്. തുള്ളികൾ അമൃത കണങ്ങളാണ്. ഇതുപോലെയാണ് അത് ഉദ്ഭവിച്ചത്. രണ്ടാമത്തെ ശ്ലോകം. തേ വാ ഏതേ ഗുഹ്യ ആദേശ ഏതദ് ബ്രഹ്മാഭ്യതം തപം തസ്യാഭിതപ്തസ്യ യശസ്തേജ ഇന്ദ്രിയം വീര്യമന്നാദ്യം രസോജായത. തീർച്ചയായും ആ നിഗൂഢമായ ശിക്ഷണങ്ങൾ ബ്രഹ്മന്റെ മുകളിൽ ധ്യാനിച്ച് അതിൽ നിന്നും ധ്യാനിച്ചപ്പോൾ അതിൻ്റെ സത്തയായ പ്രഭ, വെളിച്ചം, ശക്തി, ഉത്സാഹം, അന്നം എന്നിവ ഉണ്ടായി. മൂന്നാമത്തെ ശ്ലോകം. തദാദിത്യമഭിതോ പ്രയസ്തദ്വാ ഏതദ്യദേതത് ആദിത്യസ്യ മധ്യേ ശോഭത ഇവ. അത് പ്രവഹിച്ചു, അത് സൂര്യനിലേക്ക് തിരിച്ചുപോയി. ശരിക്കും അതാണ് സൂര്യന്റെ മധ്യത്തിൽ സ്പന്ദിക്കുന്നത്. നാലാമത്തത്. തേവ ഏതേ രസാനം രസാ വേദാ ഹി രസോസ്തഷാമേതേ
രസാസ്താനി വാ ഏതാന്യമൃതാനാമൃതാനി വേദ ഹ്യമൃതസ്തേഷാമേതാന്യമൃതാനി. തീർച്ചയായും ഇവ സത്തുക്കളുടെ സത്തയാണ്. കാരണം വേദങ്ങൾ സത്തകളാണ്, ഇവ അവയുടെയും സത്തകളാണ്. ഇവയ്ക്ക് അമൃതങ്ങളുടെ അമൃതങ്ങൾ എന്ന് പറയാം. കാരണം വേദങ്ങൾ അമൃതങ്ങളാണ്, ഇവ അവയുടെയും അമൃതങ്ങളാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേഴ്സസ് ആണ്. ബ്രഹ്മത്തെ ഒരു പുഷ്പമായിട്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ആ പുഷ്പത്തിൽ നിന്നും തേനീച്ചകൾ ആ തേൻ നുകരുന്നു. എങ്ങനത്തെ തേൻ? അമൃതമായിട്ടുള്ള തേനുകൾ. അപ്പൊ ആ നിഗൂഢമായിട്ടുള്ള ശിക്ഷണങ്ങൾ അത് ബ്രഹ്മത്തിൽ നിന്ന് തന്നെ വരുന്നത്. അപ്പൊ അതെങ്ങനെയാ ലഭിക്കുക? അത് ധ്യാനിച്ചാലേ ലഭിക്കൂ. അപ്പൊ അത് ധ്യാനിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന പ്രഭ, ശക്തി, വെളിച്ചം എല്ലാം അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ജീവിതത്തിന്റെ, നമ്മുടെ ക്രിയേഷന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ സ്പന്ദനത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ശരിയായിട്ടുള്ള ജ്ഞാനം, ശരിയായിട്ടുള്ള പ്രഭ, ശരിയായിട്ടുള്ള വെളിച്ചം, ഉത്സാഹം എല്ലാം ഉണ്ടാവും. നമുക്ക് അവിടെ നിന്നാണ് അന്നം ലഭിക്കുന്നത്. നമ്മൾ പുറമേ അനുഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം അന്നമാണ്. പചാമ്യന്നം ചതുർവിധം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹം ആശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. അപ്പൊ നമ്മള് ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലല്ല ഈ അന്നങ്ങളെ കരുതേണ്ടത് എന്ന് തോന്നുന്നു. നമ്മളുടെ എല്ലാ അനുഭവങ്ങളും, ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും എല്ലാം അനുഭവിക്കുന്ന അനുഭവങ്ങളെ നമ്മൾ അന്നങ്ങൾ എന്ന് കരുതണം. കാരണം യഥാർത്ഥത്തിലുള്ള ആ പൂർണ്ണത അത് വിസ്മരിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എന്തൊക്കെയോ വേണം എന്നൊരു തോന്നൽ. ഇപ്പൊ യഥാർത്ഥ അന്നത്തെ നമ്മൾ വിസ്മരിച്ചു. ഒരന്നേ ഉള്ളൂ ശരിക്കും. ആ സോഴ്സിൽ നിന്ന് വരുന്ന അബ്സല്യൂട്ട് ആയിട്ടുള്ള ആ പ്യൂർ ആയിട്ടുള്ള ഫ്ലോ, പ്രാണാഹുതി, അതാണ് നമ്മുടെ അന്നം. അത് മാത്രം മതി യഥാർത്ഥത്തിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് ബൈബിൾ പറഞ്ഞു. ആ പരിശുദ്ധമായിട്ടുള്ള ആ ആ ഫ്ലോ, അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള അന്നം. അതിൽ മാത്രം നിലനിൽക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കണം. അപ്പൊ ഈ യാത്രയിൽ നമുക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ് അറിവുകൾ. അതിനാണ് വേദം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അത് കേട്ടിട്ടായാലും ശ്രവണത്തിലൂടെ ആയാലും കണ്ടിട്ടായാലും എല്ലാ മനസ്സിലൂടെ ആയാലും എല്ലാം നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, നമ്മൾ അതിനെ വേദങ്ങൾ എന്ന് പറയുന്നു. ലാലാജി മഹാരാജ് നിരന്തര സത്യം എന്നുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, നമ്മൾ ഇവയെ യഥാർത്ഥത്തിൽ വേദം എന്ന് വിളിക്കുന്നു. പക്ഷെ ശരിക്കുള്ള വേദം ഇതല്ല എന്ന് ലാലാജി മഹാരാജ് പറയുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ശ്രുതികൾ, യഥാർത്ഥത്തിലുള്ള ആ ശ്രുതികളല്ല. ഇതൊക്കെ കാരണം എഴുതപ്പെട്ടതാണ്. യഥാർത്ഥ ശ്രുതി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നും അനുഭവിക്കുന്നതാണ്. അതാണ് യഥാർത്ഥ വേദം. യഥാർത്ഥ വേദം എങ്ങനെയാണ് ലഭിക്കുക എന്ന് ഇവിടെ പറയുന്നു. സത്തയുടെ സത്തയിലേക്ക് കണക്ട് ചെയ്യണം എന്നാണ്. അത് ധ്യാനത്തിലൂടെ മാത്രമേ സാധിക്കൂ. അതിനാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉപനിഷത്തുകൾ യഥാർത്ഥത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കുറച്ച് രൂപരേഖകളാണ്. ഇതിലും വായിച്ചാലും നമ്മൾ എത്തില്ല. ആ ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല. ഉപനിഷത്ത് വായിച്ചുകൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലെത്തും. വേദങ്ങളുടെ സാരം വേദാന്തം എന്ന് പറയും. ആ വേദാന്തത്തെ കുറിച്ചിട്ട് ആയിരക്കണക്കിന് ചാപ്റ്റേഴ്സ് വായിച്ചുകൊണ്ടോ വേദാന്തത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടോ നമ്മൾ ഒരിക്കലും ആ വേദത്തിൽ കണക്റ്റഡ് ആവില്ല, ആ ശബ്ദത്തിൽ കണക്റ്റഡ് ആവില്ല. അതിന് ഒരേ ഒരു വഴി മാത്രമേ ധ്യാനം. അതാണ് ഇവിടെ പറയുന്നത്, ധ്യാനത്തിലൂടെ അത് സാധിക്കും, വേറെ ഒരു വഴിയില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലേക്കുള്ള ആ പ്യൂർ ആയിട്ടുള്ള ആ സത്തയിലേക്ക് കണക്ട് ചെയ്യണം. സത്തകളുടെ സത്ത എന്നാണ് പറയുന്നത്, എസെൻസുകളുടെ എസെൻസ് ധ്യാനത്തിലൂടെ കണക്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ അപ്വേർഡ് ജേണി, മുകളിലേക്കുള്ള യാത്ര അപ്പോഴേ സംഭവിക്കും. ഇല്ലെങ്കിൽ നമ്മൾ വട്ടം തിരിഞ്ഞിരിക്കും. ഇതിനു മുമ്പത്തെ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്, പല ഡയറക്ഷനെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ ഈ കോൺഷ്യസ്നസ് ലെവലില് താഴേക്ക് പോവാം, സൈഡിലേക്ക് പോവാം, പല ദിശകളിലേക്കും പോവാം, വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഡയമെൻഷനിൽ നിന്ന് അടുത്ത ഡയമെൻഷനിലേക്ക് പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് മനസ്സിൽ ആ തിരിച്ചറിവ് വേണം. അതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. സായുജ്യത, AEIOU എന്ന് ദാജി പറയുന്നു. യുണൈറ്റഡ് ആണ്. യുണൈറ്റഡ് ആകുമ്പോൾ അതും ഞാനും ഒന്നായി മാറണം. ഒരു ഉദാഹരണം പറയാം, ഭൂമി പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞു, ക്ഷമ.
ക്ഷമയാധരിത്രി എന്ന്. ഭൂമി പേഷ്യൻസ് പ്രകടിപ്പിക്കുന്നത് ഭൂമിയുടെ സ്വഭാവമാണ്. നമ്മൾ വെള്ളം നനയ്ക്കുന്നു എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ആക്റ്റീവായിട്ടുള്ള ജോലിയല്ല, വെള്ളത്തിന്റെ സ്വഭാവമാണ് നനയ്ക്കുക. വെള്ളം വേറൊന്നും ചെയ്യില്ല. തീ ദഹിപ്പിക്കുന്നു, ചൂട് നൽകുന്നു, അത് തീയുടെ സ്വഭാവമാണ്. തീ തണുപ്പ് നൽകും? ഒരിക്കലും നൽകില്ല. സൂര്യൻ പ്രകാശം നൽകുന്നു, അത് സൂര്യന്റെ സ്വഭാവമാണ്. സൂര്യന് അന്ധകാരം തരാൻ പറ്റില്ല. അപ്പൊ അതുപോലെ ഈ യഥാർത്ഥത്തിലുള്ള നോളജിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു വ്യക്തി, പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന് ഒഴുകുന്നത് ആ പ്യൂർ ജ്ഞാനം മാത്രമായിരിക്കും. അദ്ദേഹത്തിന് അടുത്തേലും വേറെ ഒന്നും കിട്ടാൻ പറ്റില്ല. അദ്ദേഹത്തിനോട് വേറെ എന്തെങ്കിലും ചോദിച്ചിട്ട് അത് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് മാസ്റ്റേഴ്സിന്റെ അടുത്ത് പോയിട്ട് അത് വേണം ഇത് വേണം എന്ന് ചോദിക്കണതിന് അർത്ഥമില്ല എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള തലത്തിൽ നമ്മൾ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അതൊന്നും അവർക്ക് നൽകാൻ പറ്റുമെന്ന് വെച്ചാൽ ചെല്ലുന്നവർ അത് ആഗ്രഹിക്കുന്നതിന് അത് കിട്ടും. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഏത് തരത്തിലാണ് എന്നെ അന്വേഷിക്കുന്നത് അത് അവർക്ക് കിട്ടും. കാരണം അവർ അതാണ് ഡ്രോ ചെയ്യുന്നത്, എന്നിൽ നിന്ന് അതാണ് ഡ്രോ ചെയ്യുന്നത്. അപ്പൊ സൂര്യനിൽ നിന്ന് എത്ര പ്രകാശം നമുക്ക് സ്വീകരിക്കണമെന്ന് നമ്മുടെ തീരുമാനം. വെയിലത്തിരിക്കാൻ കുറച്ച് കിട്ടും, തളരത്തിരിക്കാൻ കുറച്ച് കുറവായിരിക്കും. വാതിലക്കടച്ച് ഇരുട്ടത്തിരുന്നാൽ ഒട്ടും കിട്ടൂല. അതുപോലെയാണ് എല്ലാ വെളിച്ചം അങ്ങനത്തെ. വെളിച്ചം ഒരു സ്ഥലത്ത് പ്രകാശിക്കും, നമ്മൾ ദൂരെ നിന്ന് വെളിച്ചം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. അതുപോലെ നമ്മൾ എങ്ങനെയാണോ ഇങ്ങനെ തരത്തിലുള്ള യഥാർത്ഥത്തിലുള്ള അറിവിലേക്ക് ഉയർന്നിട്ടുള്ള വ്യക്തിത്വങ്ങളെ സമീപിക്കുന്നത്, എത്രത്തോളം നമ്മുടെ ഉള്ളിൽ വില്ലിങ്നെസ് ഉണ്ട്, ക്രേവിംഗ് ഉണ്ട്, എത്രത്തോളം തേഴ്സ്റ്റിയാണ്. വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡ് ബാബുജി മഹാരാജ്, നിങ്ങൾ എത്രത്തോളം ദാഹിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലെ ദാഹം സൃഷ്ടിക്കാൻ, ആ ക്രേവിംഗ് സൃഷ്ടിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ മെഡിറ്റേഷൻ, ധ്യാനം, ശുദ്ധീകരണമൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഒന്നും നമുക്ക് ആ തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ ലഭിക്കില്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഉപനിഷത്ത് നമ്മളുടെ ജീവിതത്തിൽ പ്രകടമാവണം. നമ്മൾ യഥാർത്ഥത്തിലുള്ള മാസ്റ്റർ അടുത്ത് അപ്പോഴാണ് ഇരിക്കുന്നത്. അതുവരെ നമുക്ക് കൂടെ സഞ്ചരിക്കാം. അപ്പൊ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നു. അതിന് ഉപനിഷത്ത് എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണോ അർജുനൻ സമർപ്പിച്ച് ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഭഗവാന്റെ ഭഗവത്ഗീത ട്രാൻസ്മിഷൻ എന്നുള്ള രൂപത്തിൽ സ്വീകരിക്കാൻ തയ്യാറാണ്, അപ്പോഴാണ് ഭഗവാന്റെ ശിഷ്യനെ ഞാൻ അങ്ങയുടെ ശിഷ്യനാണെന്ന് അർജുനൻ ഭഗവത്ഗീതയിൽ ആദ്യമായിട്ട് പറയാം. അതാണ് യഥാർത്ഥ ഉപനിഷത്ത്. അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവ് ഉള്ളിലാണ്, ഉപനിഷത്ത് ഉള്ളിലാണ്. അതിന് നമ്മൾ സാധന ചെയ്യണം. അതിനാണ് ഈ പ്രാക്ടീസ് പറഞ്ഞത്. ശുദ്ധീകരണം, നമ്മുടെ ഉള്ളിലുള്ള ഗ്രോസ്നെസ് അത് എടുത്തു കളയാനും അതിലേക്കുള്ള കണക്ഷൻ ഇല്ലാതെയാക്കാനും യഥാർത്ഥത്തിലുള്ള മാസ്റ്ററിലേക്കുള്ള എൻ്റെ ഫ്ലോയിലേക്ക്, ജ്ഞാനത്തിലേക്കുള്ള കണക്ഷൻ ഒക്കെ അതിന് തയ്യാറാവാനാണ് ശുദ്ധീകരണം. അപ്പൊ നമ്മൾ ഈ യാത്രയെ എങ്ങോട്ടാണെന്ന് വ്യക്തമായി തിരിച്ചറിയണം എന്നാണ് ചാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. അപ്വേർഡ് ജേർണി വരണം എന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ വഴി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.